തിരക്കഥയുമായി ആദ്യം പോയത് ജോഷിക്കരികിൽ. നിമിത്തമായത് മമ്മൂട്ടിയുടെ വാക്ക്. ബസൂക്ക ലോഡിംഗ്. മലയാളത്തിലെ ആദ്യത്തെ മൈൻഡ് ഗെയിം ത്രില്ലർ സിനിമയായ ബസൂക്കയുടെ പിന്നാമ്പുറ കഥകൾ. മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രം ബസൂക്ക തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. 400-ലധികം സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞ ഒരു നടന്റെ ചിത്രം റിലീസ് ചെയ്യുന്നത് ഒരു മഹാത്ഭുതമാണോ എന്ന് തോന്നാം. എന്നാൽ തന്റെ ഓരോ സിനിമയും ആദ്യ സിനിമ പോലെ കാണുന്ന നടനാണ് മമ്മൂട്ടി. ഇന്നും ഷൂട്ട് ടൈമിൽ ഡയറക്ടർ കട്ട് പറഞ്ഞാൽ ആ നിമിഷം ഓടിവന്ന് ഒരു നവാഗതന്റെ ആകാംക്ഷയോടെ മോണിറ്ററിൽ നോക്കുന്ന മമ്മൂട്ടിയെ കാണാം. അത്രയ്ക്ക് പാഷനാണ് സിനിമയോട് ആ മനുഷ്യന്. കാതൽ എന്ന സിനിമയുടെ പ്രൊമോഷൻ ടൈമിൽ സമൂഹ മാധ്യമങ്ങൾക്കായി അനുവദിച്ച ഒരു അഭിമുഖത്തിൽ ഇദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി: ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നത് സിനിമയാണ്. സിനിമയില്ലാതെ വന്നാൽ എൻ്റെ ശ്വാസം നിലച്ചു. ഇത്രമാത്രം പ്രതിബദ്ധതയോടെ സിനിമയെ കാണാൻ മറ്റാർക്കെങ്കിലും കഴിയുമെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം പുതുമുഖ സംവിധായകർക്ക് ആദ്യ അവസരം നൽകിയ നടനാണ് മമ്മൂട്ടി. ഏകദേശം 50-ലേറെ പേർ മമ്മൂട്ടിയുടെ ഡേറ്റിന്റെ മാത്രം പിൻബലത്തിൽ അവരുടെ ആദ്യ സിനിമയൊരുക്കി. ആ ഗണത്തിൽ ലോഹിതദാസ്, ലാൽ ജോസ്, ബ്ലസി, വൈശാഖ്, അജയ് വാസുദേവ് തുടങ്ങി നിരവധി പേരുണ്ട്. പല താരങ്ങളും പുതിയ ഒരാൾക്ക് അവസരം നൽകുക വഴി റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല. ഇവിടെയാണ് മമ്മൂട്ടി മലയാള സിനിമയ്ക്ക് നൽകിയ സവിശേഷമായ സംഭാവനകളുടെ ആഴം വെളിപ്പെടുന്നത്. പ്രമുഖ തിരക്കഥാകൃത്ത് കലൂർ ഡെന്നിസും മമ്മൂട്ടിയും ഒരു കാലത്ത് ഹിറ്റ് കോംബോയായിരുന്നു. എന്നാൽ കാലപ്രവാഹത്തിൽ പുതിയ തിരക്കഥാകൃത്തുകൾ വന്നപ്പോൾ മമ്മൂട്ടി ഡെന്നിസ് കൂട്ടുകെട്ടിന്റെ സ്ഥാനത്ത് മറ്റ് ചില കോമ്പിനേഷൻസുകൾ വന്നു. വർഷങ്ങളോളം ഇരുവരും ഒരുമിച്ചുള്ള പടങ്ങൾ സംഭവിച്ചില്ല. കലൂർ മറ്റ് താരങ്ങൾക്കൊപ്പം നീങ്ങി. പ്രായാധിക്യത്താൽ ദീർഘകാലമായി കലൂർ സിനിമയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ബികോം ബിരുദ പഠനം കഴിഞ്ഞു നിൽക്കുന്ന മകൻ ഡീനോ ഡെന്നിസ് താൻ ഒരു തിരക്കഥ എഴുതിയ വിവരം പിതാവിനോട് പറയുന്നത്. കഥ കേട്ട ഡെന്നീസിന് വളരെ ഇഷ്ടമായി. ഹോളിവുഡ് സിനിമകളിലൂടെ പരിചിതമായ മൈൻഡ് ഗെയിം ത്രില്ലർ ഗണത്തിൽപ്പെട്ട തിരക്കഥയായിരുന്നു അത്. ഡീനോയ്ക്ക് പുതുകാല ലോക സിനിമയുമായുള്ള അടുത്ത പരിചയം അറിയാവുന്ന കലൂർ ഡെന്നീസ് അത് അസാധാരണമായി ഒന്നും തോന്നിയില്ല. ആ സമയത്ത് സംവിധായകനാവുക എന്ന ചിന്തയെ ഡീനോയുടെ മനസ്സിലുണ്ടായിരുന്നില്ല. തിരക്കഥാകൃത്താവുക എന്നതായിരുന്നു ലക്ഷ്യം. ലബ്ധപ്രതിഷ്ഠരായ ഏതെങ്കിലും സംവിധായകരെ കൊണ്ട് അത് ചെയ്യുക എന്ന് മാത്രം ഉദ്ദേശിച്ചിരുന്ന ഡീനോയോട് കലൂർ ഡെന്നിസ് ജോഷിയെ പോയി കാണാൻ ആവശ്യപ്പെട്ടു. കലൂർ ഏറ്റവും അധികം സിനിമകൾ ചെയ്തിട്ടുള്ളത് ജോഷിക്കൊപ്പമായിരുന്നു. തിരക്കഥ വായിച്ചു കേട്ട ജോഷിക്ക് സംഗതി ഇഷ്ടപ്പെട്ടെങ്കിലും ഇത് ഡീനോ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടതോടെ ഇനി സംവിധായകരെ കാണുന്നതിന് പകരം നായക നടനോട് കഥ പറയാമെന്ന് തീരുമാനിച്ചു. പടത്തിൽ ആര് നായകനായാൽ നന്നാവുമെന്ന് കലൂർ ഡെന്നിസ് തിരക്കി. മമ്മൂട്ടിയുടെ പേരാണ് ഡീനോ പറഞ്ഞത്. എന്നാൽ മമ്മൂട്ടിയെ പോലെ വലിയ തിരക്കുള്ള ഒരു താരം മുൻപരിചയമില്ലാത്ത ഒരാളെ മുഖവിലക്കെടുക്കുമോ എന്ന് ഡെന്നീസിന് സംശയം തോന്നി. എന്തായാലും ഡെന്നീസ് മമ്മൂട്ടിയോട് കഥ പറയാൻ ആവശ്യപ്പെട്ടു. ഡീനോ അതിനായി പലകുറി ശ്രമിച്ചപ്പോഴൊക്കെ താൻ നിരുത്സാഹപ്പെടുത്തിയ വിവരം മമ്മൂട്ടി തന്നെ പല സന്ദർഭങ്ങളിലും പിന്നീട് തുറന്നു വന്ന് പറഞ്ഞിട്ടുണ്ട്. നവാഗതനായ ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ക്രൈം ഡ്രാമ ബസൂക്കയുടെ ചിത്രീകരണം മമ്മൂട്ടി ആരംഭിച്ചു. സരേഗാമ ഇന്ത്യൻ ലിമിറ്റഡിന്റെ ഫിലിം സ്റ്റുഡിയോ വിഭാഗമായ യൂഡ്ലി ഫിലിംസ് ആണ് ബസൂക്ക നിർമ്മിക്കുന്നത്. തിയേറ്റർ ഓഫ് ഡ്രീംസ് ആണ് സഹനിർമ്മാണം. തെന്നിന്ത്യൻ താരം മമ്മൂട്ടി തന്റെ വരാനിരിക്കുന്ന ചിത്രമായ ബസൂക്കയുടെ ഷൂട്ടിംഗ് ബുധനാഴ്ച കേരളത്തിലെ എറണാകുളത്ത് ആരംഭിച്ചതായി നിർമ്മാതാക്കൾ ബുധനാഴ്ച അറിയിച്ചു. മലയാളം ഭാഷയിലുള്ള ക്രൈം ഡ്രാമ സംവിധാനം ചെയ്യുന്നത് മുതിർന്ന തിരക്കഥാകൃത്ത് കലൂർ ഡെന്നീസിന്റെ മകനും നവാഗത സംവിധായകനുമായ ഡീനോ ഡെന്നീസ് ആണ്. കട്ടികൂടിയ തിരക്കഥയും നല്ല വൃത്താകൃതിയിലുള്ള കഥാപാത്രങ്ങളുമുള്ള ബസൂക്കയിലേക്ക് തൽക്ഷണം ആകർഷിക്കപ്പെട്ടുവെന്ന് മമ്മൂട്ടി പറഞ്ഞു. നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുകയും നിങ്ങളുടെ താല്പര്യം ഉടനടി പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ബസൂക്ക ഒരു ആക്ഷൻ ചിത്രമാണ്, എന്നാൽ അത് ബുദ്ധിയുടെ ഒരു ഗെയിം കൂടിയാണ്. കൂടാതെ ശക്തമായി നന്നായി ചിത്രീകരിച്ച കഥാപാത്രങ്ങളുമുണ്ട്. ചിത്രീകരണ പ്രക്രിയയ്ക്കായി ഞാൻ കാത്തിരിക്കുകയാണ്. കാരണം എൻ്റെ കഥാപാത്രം എന്നെ വളരെ രസകരമായ ഒരു യാത്രയിലേക്ക് കൊണ്ടുപോകുമെന്ന് എനിക്കറിയാം, 71-കാരനായ നടൻ പ്രസ്താവനയിൽ പറഞ്ഞു. സ്ക്രീൻ വിഗ്രഹത്തിനൊപ്പം പ്രവർത്തിക്കാൻ താൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നതിനാൽ ഇത് തനിക്കൊരു സ്വപ്ന സാക്ഷാത്കാര നിമിഷമാണെന്ന് ഡെന്നീസ് പറഞ്ഞു.
അദ്ദേഹത്തിന്റെ ഉയരവും അനുഭവമുള്ള ഒരാളെ നയിക്കുക എന്നത് ഒരു ജീവിതകാലത്തിന്റെ പദവിയായതിനാൽ എനിക്ക് ആവേശം തോന്നുന്നു. മമ്മൂട്ടി സാറും അദ്ദേഹത്തിന്റെ ആരാധകരും ഒരു സിനിമാ നാഴികക്കല്ലിൽ കുറഞ്ഞതൊന്നും അർഹിക്കുന്നില്ല എന്നതിനാൽ കാലങ്ങളായി സിനിമാ മാജിക്കും ഒരു സിനിമയും സൃഷ്ടിക്കാൻ ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നു, സംവിധായകൻ പറഞ്ഞു. ചലച്ചിത്ര നിർമ്മാതാവും നടനുമായ ഗൗതം മേനോൻ നായകനാകുന്ന ബസൂക്ക കൊച്ചിയിലും ബംഗളൂരുവിലും ചിത്രീകരിക്കും.